ഹലോ ഫ്രണ്ട്സ്, മഴതൊരു മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന ബ്രിജിതമാമിയുടെ ഫോട്ടോയിൽ നോക്കി സങ്കടപ്പെടുവാണ് കേട്ടോ. ബ്രിജിതമാമിയുടെ ആത്മാവ് നമ്മുടെ അലീനയോട് പറയുന്നുണ്ട്, മോളെ നീ വിഷമിക്കണ്ട, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഇപ്പോൾ ഈ ഒരു മാറ്റം നിനക്ക് നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് പറയാം. അപ്പോൾ ബ്രിജിതമാമിയോട് സംസാരിക്കും പോലെ അലീനയ്ക്ക് തോന്നുകയാണ്, മമ്മി ഈ കുടുംബം ഞാനായിട്ടല്ലേ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചത്, എൻ്റെ അറിവില്ലായ്മ കൊണ്ടെല്ലാം പുറത്ത് പറഞ്ഞു പോയതല്ലേ. ഇല്ല, അതൊക്കെ ദൈവം തീരുമാനിച്ചതുപോലെ നടക്കത്തുള്ളൂ. മോളൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തവരത് തിരിച്ചറിയട്ടെ, അതല്ലേ വേണ്ടതെന്ന് ചോദിക്കാട്ടോ. അപ്പം അലീന പറയാണ്, ഇവിടുന്ന് പോവാൻ എനിക്ക് മനസ്സ് തോന്നുന്നില്ല. ഇവിടെ ഉള്ളവരൊക്കെ എൻ്റെ ആരൊക്കെയാണെന്ന് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് മമ്മി എന്നെ പറഞ്ഞു വിട്ടത്. പക്ഷേ ആരുമല്ലായിരുന്നു എൻ്റെ. പക്ഷേ എനിക്ക് നല്ല വിഷമമുണ്ട് എന്നൊക്കെ ഇങ്ങനെ അലീന പറയുമ്പോൾ ബജിത മമ്മി പറഞ്ഞു കൊടുക്കുകയാണ്, നീ വിഷമിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരുക്കി തീരാവുന്നതോ അല്ലെങ്കിൽ സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളവളോ അല്ല നീ ഒരുപാട് പേർക്ക് വെളിച്ചമാവേണ്ടവളാ. പക്ഷേ ഇവിടെ നീ വെളിച്ചം തെളിയിച്ചില്ലേ, അത് മതി. ബാക്കിയെല്ലാം അവർ നോക്കിക്കോളും. അതുകൊണ്ട് നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. പക്ഷേ മമ്മി, ഇവിടെ ഞാൻ കെടുത്തിയ വിളക്ക് കെടുത്തിയിട്ട് പോകുമ്പോഴല്ലേ എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ല, അതൊക്കെ ശരിയായിക്കോളും. അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും വേറെ വേറെ ആയില്ലേ, ഞാൻ കാരണമല്ലേ. മോളെ, അതൊക്കെ അവർ തിരിച്ചറിയേണ്ട കാര്യമാണ്. നിന്നെക്കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ എല്ലാം നീ ഈ കുടുംബത്തിൽ ചെയ്തു കഴിഞ്ഞു. ഇനി നീ ഇവിടെ നിൽക്കേണ്ടവളല്ല, മനസ്സിലായോ? അതുകൊണ്ട് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നീ എവിടെ പോയാലും നന്നായി വരും. പിന്നെ നീ ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റുള്ളവരുടെ മനസ്സിൽ എന്നും അവർ നന്ദിയോടെ ഓർമ്മിക്കണം. അതാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നീ പോകുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. നീ പോയി കഴിഞ്ഞാലും അവരുടെ തെറ്റുകൾ തിരിച്ചറിയട്ടെ. ഒരു തെറ്റ് ചെയ്താൽ ചിലർക്ക് അത് പറഞ്ഞു കൊടുത്താൽ പെട്ടെന്നൊന്നും മനസ്സിലാകണമെന്നില്ല. അവർക്ക് തിരുത്തി വരാൻ കാലങ്ങളെടുക്കും. എത്ര കാലങ്ങളെടുത്താലും തെറ്റ് അല്ലാതാവില്ല. അതെന്നായാലും പുറത്ത് വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് നീ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. പോവുകയാണെങ്കിൽ പോവന്നെ വേണം, അതാണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ അലീനയ്ക്ക് ധൈര്യം കൊടുക്കാൻ കേട്ടോ. അലീന ബ്രിജിതമ്മയുടെ ഫോട്ടോ ഒക്കെ എടുത്തു വച്ചിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രനും എല്ലാവരും കൂടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ടേബിളിൽ വന്നിരിപ്പുണ്ട് കേട്ടോ. അലീനയെ പ്രത്യേകം വിളിക്കുകയാണ്, അലീന നീ എവിടെ പോയി എന്ന് ബാലചന്ദ്രൻ. ഞാൻ രോഹിത്തിനെ വിളിക്കാൻ പോയത് അച്ഛാവൻ പുറത്തിരുന്ന് ഫോൺ ചെയ്യായിരുന്നു. അങ്ങനെ രോഹിത്തും എല്ലാവരും ഒക്കെ വന്ന് ഇരിക്കുക കേട്ടോ. ആ സമയത്ത് ടേബിളിൽ ഇഷ്ടം പോലെ വെറൈറ്റി വിഭവങ്ങളാണ്. അപ്പോൾ ചോദിക്കുകയാണ് ബാലചന്ദ്രൻ, ഇന്ന് എന്ത് പറ്റി, ഒരുപാടുണ്ടല്ലോ. എന്നെ ഇന്ന് അടുക്കളയിലൊന്നും കയറ്റിയിട്ടില്ല അച്ഛാ. അതെന്താ? ഇവിടെ ഇവർ രണ്ടുപേരും ആയിരുന്നു പാചകം എന്നൊക്കെ. അതെന്താണ്? പിന്നെ ബാലചന്ദ്രൻ ചോദിക്കുന്നത്, എന്താടി ഇവിടെ പുറത്താക്കിയോ? അല്ലെങ്കിലും ഇനിയിപ്പോൾ ഇവിടെ ആരുടെയും സേവനമൊന്നും വേണ്ട അച്ഛാന്ന് ബബിത പറയാട്ടോ. കുറേ സേവനം ഇവിടെ ചെയ്തതാണല്ലോ, മതി. ഇനിയിപ്പോൾ ഒരു സേവനവും വേണ്ട. കാരണം ബബിതയുടെ ഉള്ളിലെ വിഷമമാണ് ദേഷ്യമായിട്ട് പുറത്തേക്ക് പറയുന്നത്. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീന പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുക കേട്ടോ. കാരണം ഇവിടെ വന്ന സമയത്ത് ഒരു വേലക്കാരിയായിട്ടായിരുന്നല്ലോ, അടുക്കളയിലായിരുന്നല്ലോ ഭക്ഷണവും. പിന്നെ പോരാഞ്ഞിട്ട് നമ്മുടെ വൈജ ശരിക്കും പറയുകയും ചെയ്യുമായിരുന്നു. അവിടെ കുഞ്ഞുമോളെന്ന് പറഞ്ഞൊരു ജോലിക്കാരിയുണ്ടല്ലോ, പുള്ളിക്കാരിയാണ് അലീന ആ നേരമൊക്കെ സമാധാനിപ്പിച്ചു കൊണ്ടിരുന്നത്. അത് അലീന അവിടെ ഇരുന്നോട്ട് പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് അന്ന് നീ വേലക്കാരി ആയിട്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ്. ആദ്യമായിട്ട് ഈ ഡൈനിങ് ടേബിളിൽ വന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ എന്നോട് പറയുന്നത് അച്ഛനാണ്. ഓർക്കുന്നുണ്ടോ അതെല്ലാം? ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ. പക്ഷേ ഇന്ന് എനിക്ക് ആരൊക്കെയോ എനിക്ക് അനാഥയായിട്ട് എനിക്ക് ഇന്ന് എല്ലാവരും ഉണ്ടതുപോലെ എനിക്ക് തോന്നുക എന്നൊക്കെ ഇങ്ങനെ സങ്കടം പറയാനുണ്ട് കേട്ടോ അവിടെ ഇരുന്ന്. അപ്പോൾ ഭവിതയ്ക്ക് ദേഷ്യം പറഞ്ഞിട്ട്, സങ്കടം കൊണ്ട് കേട്ടോ, എല്ലാവരുടെ മോശം സങ്കടമാണെങ്കിലും ഭവിത പറയാം, ഒന്ന് നിർത്തുന്നുണ്ടോ? കുറേ ആയി ഞാനിത് കേൾക്കുന്നു. എന്തായാലും ഇന്ന് പോകാനിരിക്കല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന്. എന്നിട്ട് വീണ്ടും അലീന എല്ലാവരെയും ഒന്ന് നോക്കണം. അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറാനായിട്ട് അകത്തേക്ക് കയറി ചെല്ലാൻ കേട്ടോ. അപ്പോൾ വീണ്ടും മനുവിൻ്റെ കോള് വരുവാണ്. അലീന ഫോൺ എടുക്കുന്നുണ്ട്. എന്താ മനുവേട്ടാൻ ചോദിക്കുന്നുണ്ട്. അല്ല, നീ പോകാൻ ഇറങ്ങുവാണോ ഞാൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെ, ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. അല്ല, ഇന്നലെ രാത്രിങ്ങളിൽ നിൻ്റെ മനസ്സ് മാറിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കായിരുന്നു. മനുവേട്ട, ദേവി ഇതെന്നെ പുറകെ വിളിക്കരുത്. കാരണം എനിക്ക് ധൈര്യം തരേണ്ട ആളല്ലേ ഇങ്ങനെയൊന്നും സംസാരിക്കുന്നത്. പോകണ്ടെന്നൊന്നും എന്നോട് പറയരുത്. എൻ്റെ മനസ്സിൻ്റെ എൻ്റെ വല്ലാത്ത ചാഞ്ചാട്ടം. പോകണ്ടെന്നും പോകണമെന്നും ഒക്കെ ഞാൻ തന്നെയാണ് ചിന്തിക്കുന്നത്. എനിക്കറിയില്ല, അച്ഛനും പറയുന്നത് പോകണ്ടെന്ന്. അച്ഛനാണെങ്കിൽ ഒരു സ്ഥലം കണ്ടു വെച്ചിട്ടുണ്ട്. മനുവേട്ടനെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ വിചാരിച്ചത്. ഇങ്ങനെ എന്നെ പോകണ്ടെന്നൊന്നും പറയല്ലേ എന്ന് പറയാട്ടോ. ശരി, അല്ല നിൻ്റെ ശബ്ദമൊന്ന് കേൾക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതേ ഉള്ളൂ. സാരമില്ല. അതെന്താ അങ്ങനെ? ഇല്ല. പിന്നെ മനുവേട്ടാ, എന്നെ യാത്ര അയക്കാൻ കൂടെ വരണം. വേറൊന്നും കൊണ്ടല്ല. അതെന്താ അങ്ങനെ?
അത് ശരിയാവില്ല അലീന. അതെന്താ മനുവേട്ടൻ കൂടെ വന്ന് അതല്ല അങ്കിളിന് എന്നെ കൂടെ കൊണ്ടുപോകാൻ അത്ര താല്പര്യമില്ലെന്നാണ് തോന്നുന്നത്. അതെന്താ അങ്ങനെ? അതെനിക്കറിയില്ല. ചില കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിയില്ലല്ലോ. എന്തെങ്കിലും കാരണം അങ്കിളിൻ്റെ കയ്യിൽ കാണും, അതുകൊണ്ടാവും. സാരമില്ല, ഞാൻ എന്തായാലും വരുന്നില്ല. നിന്നെ അങ്കിൾ തന്നെ കൊണ്ടുവിട്ടോട്ടെ. ശരി, പോകാൻ ഒരുങ്ങി നിൽക്കല്ലേ, ഒരുങ്ങിക്കോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മനു ഫോണും വെക്കുക കേട്ടോ. അങ്ങനെ ബബിതയും കൃഷ്ണയും കൂടെ വന്ന് അലീനയോട് സംസാരിക്കുമ്പോൾ അലീനയോട് പറയേണ്ട ഇതിപ്പോൾ സാരിയൊക്കെയാണ് അച്ഛൻ കൊണ്ട് വച്ചിരിക്കുന്നത്, സാരി ഉടുക്കണമെന്ന് അച്ഛൻ പറയുന്നത്. പോകുമ്പോൾ അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. സാരി ഉടുക്കാൻ എനിക്കറിയില്ല, ഞങ്ങൾ ഉടുപ്പിച്ച് തരാം. കൃഷ്ണമ്മക്ക് അറിയോ? എനിക്ക് ഉടുക്കാൻ അറിയില്ല, പക്ഷേ ഉടുപ്പിച്ച് കൊടുക്കാൻ അറിയാം എന്ന് പറയാം കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ എന്തിനാ മോളെ, ഞാൻ ഇവിടെ വന്നത് തന്നെ ഒന്നുമില്ലാതെയല്ലേ, പോകുമ്പോഴും അങ്ങനെ തന്നെ പോയാൽ പോരേന്നും ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണ പറയാം, വന്നപ്പോൾ അനാഥയായിരുന്നില്ലേ, പക്ഷെ പോകുമ്പോൾ അങ്ങനെയല്ലല്ലോ, ഇവിടെ എല്ലാവരും കിട്ടിയില്ലേ, അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും എല്ലാവരും. അപ്പോൾ പോകുമ്പോൾ ഒരു കല്യാണ പെണ്ണിനെ പോലെ അണിയിച്ചൊരുക്കി അങ്ങനെ വേണം വിടാനെന്ന് അച്ഛൻ്റെ ഒരു ആഗ്രഹം. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന്. അങ്ങനെ ബബിതയും കൃഷ്ണയും കൂടെ സാരിയെ കുടിപ്പിച്ച് നല്ല മേക്കപ്പൊക്കെ ഇട്ട് അലീനെ സുന്ദരിയാക്കുക കേട്ടോ. പക്ഷേ അലീനയ്ക്ക് ഇന്നും സഹിക്കണില്ല, കരയാൻ തുടങ്ങി. മേക്കപ്പിൻ്റെ പുറത്തൂടെ കണ്ണീരൊഴുകുന്നതാണ്. ബബിതയ്ക്ക് ദേഷ്യം വരും കേട്ടോ. ബബിത പറയാനുണ്ട്, നശിപ്പിച്ചു, ഞാൻ പോവുക. സത്യം പറഞ്ഞാൽ ബബിതയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല, മനസ്സ് തകർന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അലീനയുടെ കണ്ണീര് കണ്ടു കഴിഞ്ഞാൽ ബബിത പൊട്ടിത്തെറിക്കുമെന്നറിയാം. അതുകൊണ്ട് ബബിത അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പക്ഷേ നമ്മളെ കൃഷ്ണമോൾ അലീനെ ചേർത്ത് വെക്കുന്നുണ്ട്, കെട്ടിപ്പിടിക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ബാലചന്ദ്രനും പെട്ടെന്ന് റെഡി ആവാണ് പോവാനായിട്ട്. പെട്ടെന്ന് എത്തിക്കണമല്ലോ, അവിടെ നല്ല ദൂരമുണ്ടല്ലോ. ആ ഒരു വെപ്രാളത്തിൽ ഇങ്ങനെ സാധനങ്ങളെല്ലാം പറക്കി പാക്ക് ചെയ്ത് എടുക്കുകയാണ്. ആ നേരത്ത് ഗോവർദ്ധനെ വിളിക്കുക കേട്ടോ. അപ്പോൾ ഗോവർദ്ധനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇപ്പോൾ എവിടെയാണ്? ഞാൻ എന്തായാലും ഇന്ന് ജ്വല്ലറിയിലേക്കില്ല. എന്താണെന്ന് ചോദിക്കുമ്പോൾ വേറൊന്നുമില്ല, ഇന്ന് അലീനെ കുളത്തുപുഴ കൊണ്ട് വിടണ്ടേ, അതിന് പോവാണ്. അയ്യോ, അങ്ങനെയാണെങ്കിൽ ബാലേട്ടൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, ഞാനും കൂടെ വരട്ടെ? അത് വേണ്ട, ഞാൻ കൊണ്ടുവിട്ടോളാം. തിരിച്ചു വരുമ്പോൾ ബാലേട്ടൻ ഒറ്റയ്ക്കാവൂലേ? അതിന് ഞാൻ ഇന്ന് വരില്ല, അവിടെ എവിടെയെങ്കിലും തങ്ങിയിട്ട് നാളെ ഞാൻ ഇങ്ങോട്ട് വരത്തുള്ളൂ. അത് ശരി, അങ്ങനെയാണെങ്കിൽ വീട്ടിൽ പിള്ളേർ ഒറ്റയ്ക്കല്ലേ? അതാലോചിച്ച് പേടിക്കൊന്നും വേണ്ട. അലീന ഇവിടുന്ന് ഇറങ്ങിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ വൈജയന്തി ഇങ്ങോട്ട് വന്നോളും, കയറി പറ്റിക്കോളും, ഒരു എളുപ്പമില്ലാതെ. അപ്പോൾ ഇവിടെ ആളില്ലെന്നുള്ള പേടിയൊന്നും വേണ്ട എന്നിങ്ങനെ പറയട്ടോ. അല്ലെങ്കിലും എനിക്കിന്നൊരു ദിവസം തനിച്ചിരിക്കണം. അതെന്താ ബാലേട്ട അങ്ങനെ? എടോ, ഇവിടുന്ന് പോകുന്നതും ഞാൻ കൊണ്ടുവിടുന്നതും എൻ്റെ ശക്തിയല്ലേ, എൻ്റെ ബലമല്ലേ, എൻ്റെ ഊന്നുവടിയല്ലേ, എൻ്റെ ജീവൻ രക്ഷിച്ചതല്ലേ അവൾ. എൻ്റെ ജീവനല്ലേ ഞാൻ കൊണ്ട് കളഞ്ഞിട്ട് വരുന്നത്. എനിക്കിന്ന് ഒറ്റയ്ക്കിരുന്നേ പറ്റൂ. കുറച്ചൊക്കെ ചാർജ് ചെയ്യണം, എന്നാലേ നാളെ വൈജ വരുമ്പോൾ വൈജയോട് പൂർവാധിക ശക്തിയോട് കൂടി എനിക്ക് യുദ്ധം ചെയ്യണം. അതൊക്കെയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ എന്നാലും സാരമില്ല ബാലേട്ടന് വേണ്ടിയിട്ട് ഒരു സമയം എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് തീരുമാനിച്ചല്ലോ, എനിക്കത് മതി എന്ന് ഗോവർദ്ധനം പറയാണ്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഗോവർദ്ധനം എൻ്റെ ഫോണിലൊരു മെസ്സേജ് ഇട്ടാൽ മതി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മാനേജ് ചെയ്തോളാം, ബാലേട്ടൻ ധൈര്യമായിട്ട് പൊക്കോട്ടോ എന്നിങ്ങനെ ഗോവർദ്ധനം പറയാട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട് എടുക്കാനുള്ളതെല്ലാം എടുത്ത് താഴേക്ക് ഇറങ്ങാം. അപ്പോൾ തന്നെ അലീന ഡ്രസ്സൊക്കെ മാറി പോകാനുള്ള ബാഗൊക്കെ എടുത്ത് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മുറിയിൽ നിന്ന്. ആ സമയത്ത് രോഹിത്തിനോട് എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രൻ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. മോനെ, ഞാനിന്നിവിടെ കാണത്തില്ല, നീ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളണമെന്ന്. തിരിഞ്ഞു നോക്കി അലീനെ കാണുന്ന, സാരിയിൽ തന്നെ അലീനെ കാണുന്ന ബാലചന്ദ്രൻ അന്തം വിട്ട് പോവാട്ടോ. ഭയങ്കര സന്തോഷവും സങ്കടവും ഒക്കെ വരിക. എന്നിട്ട് മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് ബാലചന്ദ്രൻ പറയാം, ഇങ്ങനെ തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് നിന്നെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്, ഒരു കല്യാണ പെണ്ണായിട്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, പിന്നെ സാഹചര്യവും സന്ദർഭവും ഒക്കെ മാറിപ്പോയി, അതാ എന്ന് പറയുമ്പോൾ തന്നെ കൃഷ്ണമോൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കൃഷ്ണമോൾ അവിടെ നിന്ന് അങ്ങോട്ട് മാറിപ്പോവുക കേട്ടോ. പിന്നെ ബാലചന്ദ്രനെ കണ്ണൊക്കെ അങ്ങ് നിറയുകയാണ്. അതുപോലെ തന്നെ അലീനയ്ക്കും ആ ഒരു കണ്ണെല്ലാം നിറഞ്ഞ് സങ്കടത്തോട് നിൽക്കുകയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്